അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ അറിയോ, നല്ലൊരു മാംഗോ മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മളിത് മാങ്ങയൊക്കെ നല്ല കട്ട് ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഐസ് പാലൊക്കെ തണുപ്പിച്ച് അതെല്ലാം റെഡിയാക്കി ഗ്ലാസ്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അധികം താമസമൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നൊരു ഷേക്കാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് തുടങ്ങിയാൽ ഞാനെടുത്തു. അപ്പോൾ നമ്മൾ ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ കൽക്കണ്ടമാണ് എടുക്കുന്നത്. അത് പഞ്ചസാര വേണേലും ഇടാം. നമ്മൾ കൽക്കണ്ടമാണ് നമ്മൾ കൽക്കണ്ട ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനിയും മാങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പാലൊക്കെ കട്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് കട്ടയാക്കി. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പം നമുക്കിനി ആവശ്യത്തിനുള്ള പാല്, കട്ടപ്പാല് ഇട്ട് കൊടുക്കണം. നമ്മൾ തിളപ്പിച്ചൊക്കെ എടുത്ത കട്ടപ്പാലാണ്. അപ്പോൾ ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നമ്മൾ ഒരു മാങ്ങ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തത്. അതുകൊണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് പാല് ഇതുപോലെ ഫ്രീസറിൽ വെച്ചേക്കാന്നുണ്ടെങ്കിൽ അപ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ ഫ്ലേവറിന് ഇത് വേണോ ഓപ്ഷനിലാണ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കുണ്ടല്ലോ ഒരു ചെറിയൊരു പീസ് ഐസ്. ഈ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് പിടിച്ചോണ്ട് നോക്കി എടുത്തു. അടിപൊളി മതി, ഒരെണ്ണം ഇട്ടാൽ മതി. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊന്ന് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷേക്ക് അടിച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല തിക്കാണ് സാധനം. ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ നമുക്കിത് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി. ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് ഇളക്കി. അതെ, അതായിരിക്കും നല്ലത്. നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വീഴാൻ മടിച്ചിട്ടും കാര്യമില്ല, കാരണം നമ്മൾ വലിച്ച് താഴ്ചയിടും. മറ്റേ ഈ മിൽക്ക് ഷേക്ക്, ഷാർജ ഷേക്ക് ഒക്കെ അടിക്കുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടല്ലേ ഇതിന്റെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് ഈ മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും കൂടെ ഉണ്ടെങ്കിലേ ഒരു സ്കൂപ്പ് അതും കൂടെ ആണെങ്കിൽ സംഭവം ഇല്ല. സംഭവം ഇപ്പം ഉണ്ടെങ്കിൽ ഓപ്ഷനാണ്. ആ ഐസ്ക്രീം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു പീസ് ഏലക്ക ഇട്ടത്. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ കിട്ടും. അപ്പൊ നമ്മളത് നമ്മുടെ ഷേക്ക് റെഡിയാക്കി സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കൊരു ഭംഗിക്ക് ഐസ് കൂടെ അങ്ങോട്ട് കുത്തിക്കയറ്റാം. ഇത് നല്ല തിക്കായതുകൊണ്ടല്ലോ അത് ഇളകി വരത്തില്ല സാധനം. അതെ അതെ. നമ്മുടെ സ്പൂൺ സ്പൂൺ മറന്നു എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒന്ന് കുടിച്ചു നോക്കണ്ടേ. അപ്പൊ നമ്മൾ അതിന്റെ സ്പൂണൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ചിയേഴ്സ്. അടിപൊളിയാ. മറ്റേ ഐസ്ക്രീം ഒക്കെ ഐസ്ക്രീം നമ്മൾ ഒറ്റ ഏലക്ക ഇട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ഏലക്കയുടെ നല്ല നല്ല അടിപൊളി മധുരം കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാവേ. നമ്മൾ കൽക്കണ്ട ഇട്ടത്, പക്ഷെ പഞ്ചസാര ഇട്ടതിനേക്കാളല്ല കൽക്കണ്ട ഇട്ടത്. അതും ഒരു പ്രത്യേക രസമാണ് സംഭവം. അത് കുറെ കൂടെ മധുരം ആവശ്യമുള്ളവർക്ക് വേണം ഇടാം. പക്ഷെ സംഭവം സൂപ്പറാണ്, രോമാഞ്ച സാധനം. അപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ സാധാരണ ഷേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. നല്ല കട്ടി. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സുഖം ഒന്നും റെഡിയാക്കിയിട്ടുണ്ടല്ലോ. നമ്മുടെ അതിൻ്റെ അഭിപ്രായമൊക്കെ എന്ന് പറയാം കേട്ടോ. അതിന് നിങ്ങളത് ഉണ്ടാക്കി സംഭവം റെഡിയായെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം വലിച്ചു കിട്ടുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണും ഒക്കെ ഓൺ ചെയ്ത് പിന്നെ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ വരണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു മാംഗോ ഷേക്കുമായിട്ട് ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.